എല്ലാവർക്കും രാജ് കുക്കിംഗ് പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 800 ഗ്രാം ബോൺലെസ് ചിക്കൻ, ബട്ടർ, കാഷ്യൂ, ഒണിയൻ 3 numbers, tomato 2 numbers, ginger garlic, coriander leaves, turmeric powder, chilli powder, yogurt, kasuri methi, salt. ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, സോൾട്ട് ആവശ്യത്തിന് ചേർക്കുക. ടു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 100 ഗ്രാം യോഗർട്ട് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല എല്ലായിടത്തും ആവുന്നവരെ ശരിക്കും മിക്സ് ചെയ്ത് ശേഷം നന്നായി അടച്ചു വെച്ച് 20 മിനിറ്റ്സ് റെഫ്രിജറേറ്റ് ചെയ്യുക. നമുക്ക് ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൻ ചൂടായി അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചോപ്പ്ഡ് ഓനിയൻ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുക്കുക. ചോപ്പ്ഡ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 സ്പൂൺ ബട്ടർ. നന്നായി ഇളക്കുക. ഏകദേശം 10 കാഷ്യൂ ഇട്ട് കൊടുക്കുക. ശേഷം കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ശകലം ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. നന്നായി ഇളക്കുക. നമ്മുടെ ഗ്രേവി മിക്സ് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി കൂളാവാൻ വയ്ക്കുക. ബ്ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ വറുത്തെടുക്കാമെന്ന് നോക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ വറുക്കുന്നതിന് വേണ്ട ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ചിക്കൻ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ ഫുള്ളി ഫ്രൈ ചെയ്യുന്നില്ല.
ഒരു വേവാകുന്നവരെ ഫ്രൈ ചെയ്യുന്നു. ഏകദേശം ഒരു ഗോൾഡൻ കളറ് അതാകുമ്പോൾ നമ്മൾ വറുത്ത് കോരുന്നു. അതിനുശേഷം നമ്മൾ ഗ്രേവി മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ബ്ലെൻഡറിലേക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്ത മിശ്രിതം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ബട്ടർ, നന്നായി ഇളക്കി കൊടുക്കുക. ബട്ടർ പെട്ടെന്ന് അലക്കുന്നതിന് വേണ്ടി. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശകലം മല്ലിയില ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മല്ലിയില ഇട്ട് കൊടുക്കാമുള്ളൂ, നമുക്ക് അധികം മല്ലിയില ആവശ്യമില്ല. നന്നായി ഇളക്കുക. $50 ml കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ബട്ടർ ചിക്കൻ അടുപ്പത്തു നിന്നും വാങ്ങുവാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. മാറ്റിയതിനു ശേഷം അതിലേക്ക് ശകലം ക്രീം ഒഴിക്കുക. അല്പം കസൂരി മേത്തി ഇടുക. ഒരു ഗാർണിഷ് ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.